ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ദ ബോണ്ട് ഓഫ് ലവ് ആൻഡ് ട്രൂത്ത്. ഈ കഥയിൽ പറയുന്നത് വളരെയധികം സ്നേഹിച്ചിരുന്ന മക്കളില്ലാത്ത ഒരു ദമ്പതികളെ കുറിച്ചാണ്, സ്റ്റീവ് ആൻഡ് സാറ. ഒരുപാട് പ്രാവശ്യം മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ഇവരോട് വേർപിരിയാനും മറ്റൊരു ജീവിതാവസ്ഥയിലേക്ക് കടക്കുവാനും പ്രേരിപ്പിച്ചെങ്കിലും സ്റ്റീവും സാറയും അവരുടെ സ്നേഹബന്ധത്തിൽ ഉറച്ചു നിന്നു. ആ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കുമെന്ന് അവർ സ്വപ്നം കണ്ടു. വർഷങ്ങൾ പലത് കടന്നുപോയി. ഏകദേശം 11 വർഷത്തോളം ഇവർ ഇങ്ങനെ ജീവിച്ചു. 11ാം വർഷത്തിൻ്റെ ചില മാസങ്ങൾ പിന്നിട്ടപ്പോൾ സ്റ്റീവ് ശ്രദ്ധിക്കാൻ തുടങ്ങി. പല ദിവസവും സാറയെ ഒരു മനുഷ്യൻ ഡ്രോപ്പ് ചെയ്യുന്നു, അവളുടെ കവിളുകളിൽ ഉമ്മ കൊടുക്കുന്നു, വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ രഹസ്യമായി വീക്ഷിച്ച സ്റ്റീവിന് അവളോട് ഭയങ്കരമായ ദേഷ്യം തോന്നി. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്റ്റീവ് വീട്ടിലിരിക്കുന്ന സമയത്ത് അവരുടെ ലാൻഡ് ലൈനിലേക്ക് ഒരു കോള് വന്നു. അതിപ്രകാരമായിരുന്നു: ഇന്ന് ഞാൻ അത്താഴത്തിന് നിന്റെ വീട്ടിലുണ്ടായിരിക്കും എന്ന്. സ്റ്റീവിൻ്റെ മനസ്സിലേക്ക് ഒരുപാട് സംശയങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ കോപാക്രാന്തനായി നിൽക്കുന്ന സമയത്താണ് സാറ തൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്. അവൾ വളരെ സ്നേഹത്തോടു കൂടി സ്റ്റീവിൻ്റെ അടുക്കലേക്ക് വന്ന് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ കുനിഞ്ഞപ്പോൾ കോപത്തോടു കൂടി സ്റ്റീവ് അവളെ തള്ളി മാറ്റി. അവൻ്റെ കയ്യിലിരുന്ന വൈൻ ഗ്ലാസ് പൊട്ടി അത് അവളുടെ ഉദരത്തിലേക്ക് തുളച്ചു കയറി. രക്തം വാർന്ന് നിലത്ത് വീണ സാറായുടെ അരികിലേക്ക് നീങ്ങിയപ്പോൾ അവൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പേപ്പർ അവൻ കണ്ടു. പെട്ടെന്ന് അവനെടുത്ത് തുറന്നു വായിച്ചപ്പോൾ അത് ഇപ്രകാരമായിരുന്നു: എനിക്ക് വേണ്ടി കാത്തിരുന്ന 11 വർഷങ്ങൾക്ക് നന്ദി സ്റ്റീവ്. ഞാൻ അങ്ങയെ ഒരുപാട് സ്നേഹിക്കുന്നു. കുറച്ചു മാസങ്ങളായിട്ട് എൻ്റെ ശരീരത്തിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെയാണ് പ്രഗത്ഭനായ ഡോക്ടർ മാക്സിനെ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയത്. ഞാൻ 2 ഇരട്ട കുഞ്ഞുങ്ങൾക്ക് അമ്മയാകാൻ പോവുകയാണ് എന്ന സത്യം ഡോക്ടർ മാക്സ് എന്നെ അറിയിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ ഡോക്ടർ മാക്സ് ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ഏക സഹോദരനാണ്. അപ്പോഴാണ് സ്റ്റീവ് തൻ്റെ ബുദ്ധിമോശത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരാളുടെ കൂടി നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ അവൾ തന്നെ വിട്ടു പോകുമല്ലോ, തൻ്റെ സ്നേഹത്തെ തള്ളിപ്പറഞ്ഞല്ലോ എന്ന ആ സംശയമാണ് സ്റ്റീവിനെ കൊണ്ട് അവളോട് കോപം കാണിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. പെട്ടെന്ന് തന്നെ ഡോർബെല്ലടിച്ചു. തുറന്നു കിടന്നിരുന്ന വാതിലിലൂടെ മറ്റൊരാൾ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് പറഞ്ഞു: ഹലോ സ്റ്റീവ്, ഐ തിങ്ക് ഐ എം റൈറ്റ്. ഞാൻ ശരിയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്റ്റീവ് തന്നെയല്ലേ? നിങ്ങളുടെ ഭാര്യയുടെ സഹോദരനായ ഡോക്ടർ മാക്സ് ആണ് ഞാനെന്ന്. അപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ സഹോദരിയെ, സ്റ്റീവിൻ്റെ ഭാര്യയെ ഡോക്ടർ മാക്സ് കാണുന്നത്. എത്രയും പെട്ടെന്ന് അവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരസ്പരം തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞെങ്കിലും ഉദരത്തിലുണ്ടായിരുന്ന ആ കുഞ്ഞുങ്ങളെ, അവരുടെ ദീർഘകാല സ്വപ്നമായിരുന്ന ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് ഡോക്ടർ മാക്സിനോ സ്റ്റീവിനോ കഴിഞ്ഞില്ല. ജീവിതത്തിൽ പലപ്പോഴും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തും മുൻപ് ആ വ്യക്തിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഊഹിക്കുന്നതും വിശ്വസിക്കുന്നതും ഒരുപക്ഷെ സത്യമാവണമെന്നില്ല. ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തും മുൻപേ ആ വ്യക്തിക്ക് പറയാനുള്ള ഒരവസരം നമ്മൾ കൊടുത്താൽ അതിൽ പരം വലിയൊരു ക്ഷമ നമുക്ക് കൊടുക്കാനില്ല. ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈശോ നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട്: ആരെയും കുറ്റപ്പെടുത്തുകയും വിധിക്കുകയും ചെയ്യരുതെന്ന്. ചിലപ്പോഴൊക്കെ സ്നേഹ കൂടുതലാണ് കുറ്റപ്പെടുത്തലുകളുടെയും വിധിയുടെയും അടിസ്ഥാന കാരണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പല പ്രാവശ്യം പറഞ്ഞിട്ടും തിരുത്താൻ കഴിയാത്ത വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ചില ശീലങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും. അത് മാറ്റാൻ അവരെത്ര ശ്രമിച്ചാലും ചിലപ്പോൾ നടക്കണമെന്നില്ല. എന്നാലും സ്നേഹത്തിൻ്റെ നൂലിഴകൾ കൊണ്ട് അതിനെയൊക്കെ തിരുത്തിയെടുക്കാനുള്ള കഴിവ് പരസ്പര ബന്ധത്തിനുണ്ടാകുമ്പോഴാണ് ജീവിതം
ഉത്തമമാവുന്നത്. ഈശോ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിക്കുക എന്നൊഴികെ ഒരു കടപ്പാടും ആരോടും ഉണ്ടാകരുതെന്ന്. സ്നേഹം ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം അനുഭവിക്കുന്ന നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ അവരെ കൂടി ഒന്ന് ശ്രവിക്കാനുള്ള കരുണ നമുക്ക് ഈശോയോട് യാചിച്ചു വാങ്ങാം. ആമേൻ.